കാസർഗോഡ് നിന്നുമുള്ള വാർത്തയിലേക്ക് നമുക്ക് പോവാം. അതായത് വടക്കൻ കേരളത്തില് മലയോര മേഖലയിലൊക്കെ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കണ്ണൂര് പുളിങ്ങോത്ത് മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട ഒരാളെ കാണാതായ സാഹചര്യവും ഉള്ളതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നു. തിരുവനന്തപുരം സ്വദേശിയും പുളിങ്ങോം കോഴിച്ചാലിലെ താമസക്കാരനുമായിട്ടുള്ള രാജേഷിനെയാണ് കാണാതായിട്ടുള്ളത്. മഴവെള്ളപ്പാച്ചിലിൽപ്പെട്ട ഇയാളെ റോപ്പ് ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ശക്തമായ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. തീരപ്രദേശങ്ങളിലൊക്കെ കടലാക്രമണ ഭീഷണിയും നിലനിൽക്കുകയാണ്. ഇപ്പോഴും പുഴകളിൽ വെള്ളം ഉയർന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി KV ബൈജു ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ബൈജു, ഒരാളെ കാണാതായതായിട്ടുള്ള വാർത്തകൾ പോലും വരുന്നു. എന്തൊക്കെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഈ നഗരപ്രദേശത്ത് വെച്ച് ഈ പ്രധാനമായും ഗ്രാമങ്ങളിലാണ് വലിയ തോതിലുള്ള മഴ ഇപ്പോഴും പെയ്യുന്നത്. അതായത് ഇന്നലെ രാവിലെ തുടങ്ങിയ മഴയാണ് ഇപ്പൊ ഈ മലയോര മേഖലകളിലൊക്കെ. അത് ഇപ്പോഴും ഇടവിട്ട് പെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീകണ്ഠാപുരം ടൗണിൽ വലിയ തോതിൽ വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. ബസ് സ്റ്റാൻഡൊക്കെ വെള്ളത്തിൽ മുങ്ങിയ ഒരു സാഹചര്യമാണ്. അതായത് ആളുകൾ പറയുന്നത് 2018-ലെയും 2019-ലെയും സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നാണ്. ഈ പുഴകളിൽ നിന്നും വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ കർണാടകയിലെ ഉൾവനങ്ങളിൽ വലിയ തോതിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കണ്ണൂരായാലും കാസർഗോഡായാലും വലിയ തോതിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടായത്. ഇപ്പോൾ തേജസ്വരി പുഴയുടെ തീരങ്ങളിലെല്ലാം കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. വലിയ തോതിൽ വെള്ളം കയറുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാലും വരും മണിക്കൂറുകളിലും മഴ ശക്തമായാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരിലെ മലയോര മേഖലകളിൽ പലയിടങ്ങളിലും പാലങ്ങൾ തകർന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശ്രീകണ്ഠാപുരത്താണ് വലിയ പ്രതിസന്ധി ഉള്ളത്. ഇവിടെ മാർക്കറ്റ്, ബസ് സ്റ്റാൻഡ്, ടൗൺ ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം ചെങ്ങളായി വില്ലേജിലാണ് കൊവ്വൂപ്പാറം ഭാഗത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളത് വലിയ തോതിൽ. എന്തായാലും 2 പേരെയാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്നും ഒഴുക്കിൽപ്പെട്ട് കാണാൻ. അതായത് സാറ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജേഷ് എന്ന് പറയുന്ന തിരുവനന്തപുരം സ്വദേശിയാണ്. ഇയാളെ റോപ്പ് ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയെങ്കിലും പിന്നീട് വലിയ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. അപ്പം ഹനീഫ എന്ന് പറയുന്ന മറ്റൊരാളെയും കൂടി കണ്ണൂർ ജില്ലയിൽ നിന്നും ഇങ്ങനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുണ്ട്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തീരപ്രദേശങ്ങളിൽ വലിയ കടലാക്രമണ ഭീഷണി പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് കോയിപ്പാടി കടപ്പുറത്തൊക്കെ വലിയ തോതിൽ റോഡൊക്കെ ഒലിച്ചു പോയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും കടലാക്രമണം രൂക്ഷമായിരിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം സജ്ജമാണ്. പലരും ബന്ധുവീടുകളിലേക്കാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലാകട്ടെ സമാനമായ സാഹചര്യം തന്നെയാണ്. ബന്ധുവീടുകളിലേക്കാണ് ഇപ്പോൾ മാറിയിട്ടുള്ളത്. തീരപ്രദേശങ്ങളിൽ നിന്നും കൂടുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും മലയോര മേഖലകളിലേക്കുള്ള യാത്ര, അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം വിനോദസഞ്ചാര മേഖലകൾ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൂർണ്ണമായും അടച്ചിട്ടിട്ടുണ്ട്. റാണിപുരം, പള്ളിക്കര ബീച്ച്, ബേക്കൽ കോട്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും കണ്ണൂരും കാസർഗോഡും നഗരപ്രദേശത്തെ ഒഴിച്ച് പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് വലിയ തോതിലുള്ള അപകട ഭീഷണിയുള്ളത്. ഏതായാലും മുൻകരുതൽ നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഉൾപ്പെടെ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. സാറ, അതെ, ബൈജു പറഞ്ഞതുപോലെ കണ്ണൂരിൽ നിന്നുള്ള വാർത്തയൊക്കെ നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്നതാണ്. അവിടുത്തെ വാർത്തകളാണ് നമ്മളിപ്പോൾ അറിഞ്ഞത്. അതായത് അവിടെ 2 പേർക്കായിട്ട് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ജില്ലയിലെ ഇടവിട്ട മഴ, അതാണ് ഏറ്റവും പേടിക്കേണ്ടത്. ഈ ഇടവിട്ട മഴ ഇപ്പോഴും തുടരുകയാണ്. മലയോര മേഖലയും ഒക്കെ ഏറെ ജാഗ്രതയിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശ്രീകണ്ഠാപുരം നഗരത്തിലും വെള്ളക്കെട്ടുകൾ നിലനിൽക്കുന്നു. ജില്ലയിൽ നിന്ന് 571 പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടായതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നു. പാലം തകർന്നു വീണതായും ഒക്കെ നമ്മൾ അറിഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.